ആഹാ, ആരായി വന്നിരിക്കുന്നേ? എനിക്ക് അത്യാവശ്യമായി പ്രഭേട്ടനോട് വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ പ്രഭേട്ടൻ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അമ്മായി സോറി കേട്ടോ. പ്രഭേട്ടനൊന്ന് വന്നേ. അമ്മയ്ക്ക് എന്ത് തോന്നിക്കാണും? അമ്മായിക്ക് ഒന്നും തോന്നിക്കാണില്ല. അതിനുള്ള ഒരു സൂചന ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. എന്താ ഇത്? തുറന്ന് നോക്ക്. ഈ താലി എന്റെ കഴുത്തിൽ കെട്ടാനുള്ളതാ. ഇതെടുക്കുക എന്നുള്ളത് ശരിക്കും ചെറുക്കന്റെ അവകാശമാണ്. സോറി, ഇത് പെൺകുട്ടികളുടെ ഡ്യൂട്ടി അല്ലാന്നറിയാം. പക്ഷെ എപ്പോഴാ വേണ്ടി വരാന്നറിയാത്തതുകൊണ്ട് മുമ്പേ ഞാൻ കരുതി വെച്ചിരുന്നതാ. എന്തായാലും തൽക്കാലം അമ്മ അറിയണ്ട. ഓക്കെ, എന്നാ ഇപ്പൊ എന്റെ കൂടെ ഒരിടം വരെ വരണം. എന്തേ പോണ്ടേ? വേണ്ട, ആളിങ്ങോട്ട് വരും. ഹായ് ക്രിസ്റ്റി. പ്രഭേട്ട, ഇതാണ് ക്രിസ്റ്റി. ഈ തെമ്മാടിയെ കൊണ്ട് കെട്ടിക്കാനാ കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ ആ താലിയും കൊണ്ട് നടക്കുന്നത്. മുംബൈയിൽ വെച്ചുള്ള ബന്ധുവാ ഞാനും ക്രിസ്റ്റിയുമായിട്ട്. രജിസ്റ്റർ മാരേജും കഴിഞ്ഞു. അച്ഛൻ അറിഞ്ഞിട്ടില്ല. പതിയെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് കരുതിയിരിക്കുമ്പോഴാ ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് കടമായി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നത്. പിന്നെ നാട്ടിലേക്ക് പോരുന്ന തിരക്കായി. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ പ്രഭേട്ടനോട് പോലും പറയാതിരുന്നത്. അത് നന്നായി. വെറുതെ നമ്പരക്കാൻ പറ്റിയല്ലോ. എന്റെ അച്ഛനോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇതും പറയാനായി 1-2 തവണ ശ്രമിച്ചതാ. പക്ഷെ എന്തോ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രഭേട്ടൻ തന്നെ അച്ഛനോട് ഇത് അവതരിപ്പിക്കണം. ഞാനോ? ഞാനെങ്ങനെ? നേരിട്ട് വേണമെന്നില്ല, മറ്റെന്തെങ്കിലും രീതിയിൽ പ്ലീസ്. പിന്നെ ക്രിസ്റ്റിക്ക് താമസിക്കാൻ പറ്റിയ ഹോട്ടലുകളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് കുറച്ചു ദിവസം പ്രഭേട്ടൻ ക്രിസ്റ്റിയെ കൂടെ താമസിപ്പിക്കുകയും വേണം. എന്താ പ്രഭേട്ട? ഏയ്, ഒന്നുമില്ല. രൂപ. ശരി, ഇതാണെന്റെ വീട്. ഇവിടെയാണോ താമസിക്കേണ്ടത്? നാട്ടുംപുറമല്ലേ, ഇത്രയും സൗകര്യമൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, വരൂ. അമ്മേ, ഇത് ക്രിസ്റ്റി ബോംബെന്ന് വരിക. നമ്മുടെ രഞ്ജിനിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. നമ്മുടെ രഞ്ജിനി തന്നെ. ഇയാളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രഞ്ജിനി എന്നെയും കൊണ്ടുപോയത്. ഇനി കുറച്ചു നാൾ നമ്മളോടൊപ്പം ഉണ്ടാവും. വരും. ഇവിടെ ഉള്ളതിലെ ഏറ്റവും നല്ല മുറിയാ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി. ഇവിടെ ഒക്കെ ഒരു നാടൻ മട്ട. അത് ബോട്ട് ഇറങ്ങിയപ്പോഴേ മനസ്സിലായി. ശരി, റെസ്റ്റ് എടുത്തോളൂ. ഹേയ് മാൻ, പുറത്തേക്ക് പോകുന്നുണ്ടോ? എന്താ വേണ്ടത്? 1 പാക്കറ്റ് സിഗരറ്റ്, ഗോൾഡ് കിങ്സ് വേണം. ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? 1 പാക്കറ്റ് സിഗരറ്റ് വേണമെന്ന്. അല്ല, വലിക്കാൻ പാടില്ലെന്ന് കോടതി. താനെന്താ എന്നെ ഉപദേശിക്കാണോ? ബ്രിങ് ഇറ്റ് മാൻ, ഗോ ഗോ. അവര് ബോംബെയിൽ വെച്ചുള്ള ബന്ധമാ. രജിസ്റ്റർ മാരേജും കഴിഞ്ഞു. പിന്നെന്തിനാ നിന്റെ പിന്നാലെ അവള് തേരാ നടന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാനോ? അതിന് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് രഞ്ജിനി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അമ്മയും മറ്റുള്ളവരും കൂടി വെറുതെ ചിന്തിച്ചുണ്ടാക്കിയതല്ലേ. അവൾക്ക് അവനെയാണ് ഇഷ്ടം. ഇഷ്ടപ്പെടുന്നവരല്ലേ അമ്മ ഒന്നിച്ച് ജീവിക്കേണ്ടത്. അപ്പൊ നിന്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല? ഉവ്വ്, കുറച്ചു കാലത്തേക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. ഒരു മതിഭ്രമം. അമ്മ അത്രയും വിചാരിച്ചാ മതി. ഇനി അതിനെപ്പറ്റി സംസാരിച്ച് വലുതാക്കണ്ട. പ്രഭേ, മധുരിക്കുന്നത് മുഴുവൻ മറ്റുള്ളവർക്കും, കഴിക്കണതും ചവർക്കണതും നിനക്കും. എന്നടാ നീ ആ സ്വഭാവം മാറ്റാൻ പോണത്? ആശിക്കണത് കിട്ടില്ല. കിട്ടിയതിൽ സന്തോഷം ഉണ്ടാവില്ല.
സന്തോഷം തരണത് സ്ഥിരമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. എന്നാ എന്നേക്കുമായി കൈ കിട്ടുന്നതോ പെട്ടെന്ന് മടുക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ ഇത്തിരി പോകുന്ന ജീവിതം ഇത്രയല്ലേ ഉള്ളൂ അമ്മേ. അല്ലേലും ആ നായരുടെ മോള് അവള് വിത്തുപുണം കാണിക്കാതിരിക്കുവോ? പ്രഭേട്ടൻ എന്തിനാ അയാളെ കൂടെ താമസിപ്പിക്കാണ് സമ്മതിച്ചത്? അതെ, കഴുത്തിന് പിടിച്ച് പുറത്താക്കുക വേണ്ടത്. നമ്മളോട് ഒരാളൊരു കാര്യം ആവശ്യപ്പെടുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ? അതും അവൾക്ക് ഈ നാട്ടിൽ വേറെ ആരാ ഉള്ളത്? എന്നാലൊരു കാര്യം ചെയ്യും, ആ കല്യാണം കൂടി നടത്തി കൊടുക്ക്. ആ മോഹിച്ചതും മനക്കോട്ട കെട്ടിയതൊക്കെ സത്യത്തിൽ ഞാനല്ലടാ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സൂചന ഞാൻ തന്നിട്ടുണ്ടോ എന്ന് അവള് ചോദിച്ചാ നമ്മളെന്ത് പറയും? കരണക്കുറ്റി നോക്കി 2 അങ്ങ് പൊട്ടിക്കണം, അതാ വേണ്ടത്. അല്ല പുല്ല്. ശരി ശരി, ഇനി അതും ഇതും പറഞ്ഞ് നമുക്ക് സമയം കളയണ്ട. ഇനി പ്രധാനം നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളാ. പഴയ വോട്ടർ പട്ടിക വെച്ച് തന്നെ ഇലക്ഷൻ നടത്താൻ നമ്മുടെ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ചു കഴിഞ്ഞു. അതെപ്പോ? പിന്നെ നീ എന്താ വിചാരിച്ചത് ഞാനിവിടെ യുഗ്മഗാനം പാടി തേരാപ്പേര നടക്കുന്ന? ഇനി വരുന്ന ഇലക്ഷനാണ് നമുക്ക് പ്രധാനം. അതുവരെ മറ്റൊന്നുമില്ല മക്കളെ. വേഗം പറ. എന്താ ഇപ്പൊ എന്നോട് സംസാരിക്കാനും സമയമില്ലാതായോ നിനക്ക്? അച്ഛനപ്പുറത്തുണ്ട്, അതുകൊണ്ടാ. എന്തായി തീരുമാനം? കുറച്ച് ദിവസം കൂടി ക്ഷമിക്കാം. നോ, ഒരാഴ്ചയായി ഞാൻ വന്നിട്ട് ഇനിയും ബെയർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്നലെ അവിടെ വന്നപ്പോ ഞാൻ എല്ലാം സംസാരിച്ചതല്ലേ ക്രിസ്റ്റിയോട്? പിന്നെന്താ ഇന്നിങ്ങനെ? ഇപ്പോഴോ? നല്ല കാര്യായി. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്ന എന്തിനാന്ന് ഇപ്പോഴേ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റി ഇപ്പൊ ഫോൺ കട്ട് ചെയ്യും. ഞാൻ നാളെ വരാൻ പറ്റുമോ നോക്കാം. ഹലോ ഹലോ Bloody bitch! Get lost! എന്താ മോനെ, എന്ത് പറ്റി? Why do you come here? Go! Leave me alone! Go! എന്തു പറ്റി? എന്ത് പുണ്യം കിട്ടാനാ പ്രഭേ നീ അയാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നെ? എന്താ ഉണ്ടായത്? രാവിലെ ശബ്ദം കേട്ടിയ മുറിയിലേക്ക് ചെന്നപ്പോ എന്റെ നേരെ ഒരു ചാട്ടം. ശരിക്കും ഒരു ഭ്രാന്തന്റെ മാതിരി. ഞാൻ ആകെ പേടിച്ചുപോയി. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ അയാള് ചോദിച്ചോളും. അമ്മയായിട്ട് അങ്ങോട്ട് പോകുന്നു വേണ്ട. എന്താ? അല്ല, ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ കണ്ടപ്പോ വെറുതെ ഒന്ന്. ഞാൻ താമസിക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണെന്നത് ശരി, പക്ഷേ എനിക്കിവിടെ എന്റേതായ ഒരു പ്രൈവസി വേണം. അല്ല, ഞാൻ ക്രിസ്റ്റിയെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ തള്ളിയോടും. സോ പെർമിഷൻ ഇല്ലാതെ ഈ റൂമിൽ വരരുത്. കൂടുതൽ സ്നേഹവും ഹോസ്പിറ്റാലിറ്റിയും ഒന്നും വേണ്ട. ഡു ഗെറ്റ് മീ? സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. എങ്കിൽ പ്ലീസ്. സമർത്ഥനായ ഒരു കുറ്റാന്വേഷകന്റെ പ്രാവീണ്യത്തോടെ ദുഷ്ടനായ കുരിശുപള്ളിക്കൽ അവറാച്ചന്റെ കോടികളുടെ അഴിമതിയെ മറനീക്കി കാണിച്ച ഓനൂർക്കരയുടെ പൊന്നോമനപുത്രൻ PK പ്രഭാകരനെ ശർക്കടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, 8ാം വാർഡിൽ ഞാൻ തന്നെ ജയിക്കും, അത് ഉറപ്പാ. സമ്മതിച്ചു. പക്ഷെ പ്രസിഡന്റിന് പകരം വെറും 7ാം കൂലി മെമ്പറായി ചൊറിയും കുത്തിയിരിക്കാം. ഇക്കണക്കിനാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അത് ഉറപ്പാ. എന്ത് ചെയ്യും ഭരത? ജനം മുഴുവൻ അവന്റെ കൂടെ ആയി പോയില്ലയോ? ഞാനെന്ത് പറയാനാ? ഞങ്ങളെ ആരും അറിയിക്കാതെ ഒറ്റയ്ക്ക് വിഴുകാൻ നോക്കിയതുകൊണ്ടല്ലേ ഇപ്പൊ തലയും കുത്തി താഴെ വീണത്. ശരിയാ, തട്ടിച്ചതിന്റെയും വെട്ടിച്ചതിന്റെ ഒരു പങ്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാമായിരുന്നു. എടാ, അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി ആവർത്തിക്കില്ല നീ ഉറപ്പ് തന്നില്ലയോ? നീ വെറും ഒരു ബ്രോക്കറല്ല, നമ്മുടെ പാർട്ടിയുടെ ശക്തനായ ഒരു നേതാവാണ്. അടുത്ത കൊല്ലം സർക്കാർ നമ്മുടെ പഞ്ചായത്തിന്റെ സെസ്സിന്റെ പരിധി കൊണ്ടുവന്ന ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ഒരുമിച്ച് നിന്ന് വെട്ടിവിഴുങ്ങേണ്ടവരാ നമ്മളൊക്കെ. അതിനു മുമ്പ് കുരുത്തം കെട്ടവനെ എങ്ങനെയെങ്കിലും ഒന്ന് തറ പറ്റിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകും കേട്ടോ. ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റൂ. അവന്ന് നീ എന്ത് വേണേലും പറഞ്ഞു.